ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ വീണ്ടും തിരൂർ ഗൾഫ് മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച ദിനം ആണ് ഗൾഫ് മാർക്കറ്റായിട്ട് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് എന്നിത് പറയുന്നു. അതാ ഒരാൾ ചെടികൾ വാങ്ങുവാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ വ്യത്യസ്ത പേരുകളും അതിനെന്തൊക്കെ വളമാണ്, എന്തൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെ ചോദിച്ചറിയുന്നു. ഇവിടെ നല്ല വെയിലാണെങ്കിലും ഈ ചെടികളൊന്നും ഉണങ്ങാതെയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത സെക്ഷനിൽ ഓരോന്നോ വെക്കുകയാണ്. അതായത് പാൻസ്, മറ്റ് ക്ലോത്ത്സ്, ഡിഫറെൻറ്റ് ക്ലോത്ത്സ്, ഇതെല്ലാം നിസ്സാര വിലക്കുറവേ ഉള്ളൂ. നിസ്സാര വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ്. തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ ആ എൻട്രൻസ് ആർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആളുകളൊക്കെ ഇങ്ങനെ അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ഈ വെള്ളിയാഴ്ച മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത് കാണുന്ന ആ ഒരു ബോർഡാണ്. അപ്പോൾ ഈ കടകളെല്ലാം ഈ വെള്ളിയാഴ്ച ദിനം അടച്ചിടുകയാണ്. ചില കടകൾ മാത്രമേ തോന്നത്തുള്ളൂ. കാരണം ഇന്ന് ഇവരുടെ ദിവസമാണ്. ഈ ഗൾഫ് മാർക്കറ്റിൽ നിന്ന് കുറേ തട്ടിലായിട്ട് ആളുകളൊക്കെ ഇന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ദിവസമാണ്. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സാണ്. ബസ് സ്റ്റാൻഡിന് ചുറ്റും വരുന്ന ആ ഒരു കടകളുടെ ഒരു വലിയൊരു നിരയാണ്. ഇങ്ങനെ റൗണ്ടാക്കി അതിൻ്റെ നടുക്കാണ് ബസ്സുകളൊക്കെ ഇങ്ങനെ നിരയായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് വിട്ട് പോകാനുള്ള ബസ്സുകളൊക്കെ ഓരോന്നുമുണ്ട്. അങ്ങനെ പല പല സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. ഈ സമയത്താണ് ഞാനൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. അങ്ങനെ ചെയ്താൽ ഇതുമാത്രമല്ല, അല്പം ആത്മീയത നിറഞ്ഞ ചില എപ്പിസോഡുകൾ ഇതിൽ വരുന്നുണ്ട്. ഈ കാണുന്നതാണത് തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള കടകളാണ്. പലതരം വിവിധ വെറൈറ്റി ആയിട്ടുള്ള ഒരു മലപ്പുറം സാധനങ്ങളുടേക്ക് ഒരു വർണ്ണക്കാഴ്ചകളും ഒരു മധുര പലഹാരങ്ങളുടെ ഒരു വെറൈറ്റീസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലായിട്ടും നമ്മളുടെ ഈ മുസ്ലിം സഹോദരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദം, അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ ഒരു ജീവിതമാർഗം എന്നൊക്കെ നമുക്ക് പറയാം. കാരണം കൂടുതലും ആൾക്കാരും ഈ കച്ചവടത്തിൽ ഭയങ്കരധികം ഇൻസ്പയർഡായിട്ടാണ്, വളരെയധികം ആവേശമുള്ള ആളുകളാണ്. കച്ചവടം ചെയ്യുക, എന്നിട്ട് സമ്പാദിക്കുക. എത്ര സമ്പാദിച്ചാലും നമുക്ക് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊരു രക്തത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ ആളുകളാണ്. ജീവിക്കാൻ വേണ്ടി ദൈനംദിന ജോലികളായിട്ടുള്ള ഈ കച്ചവടത്തിൽ ഏർപ്പെടുന്നു. ബസ് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ടൊക്കെ ഓരോ തട്ടുകളൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വിൽക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളാണ് ചുറ്റും കാണുന്നത്. സാധാരണ ജനങ്ങളാണ്, സാധാരണക്കാരുടെ ആ ഒരു ഷോപ്പിംഗ് ഏരിയ അവിടെയാണിത്. പിന്നെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇതൊക്കെ ഡെയിലി ഉള്ള കടകളാണ്. ഇതൊക്കെ ഡെയിലി ഇവിടെ ഉണ്ടാകുന്ന കടകളാണ്. ഈ ഹോട്ടലുകളും തുണിക്കടകളും ഇവിടെ സ്ഥിരം കാണുന്നതാണ്. ഇനി കുറച്ചധികം ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള കടകളുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ ഒരു എൻട്രൻസിന് തുടങ്ങുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം, കാണിക്കണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഈ ബസ് സ്റ്റാൻഡ് കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്.
അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇത് ബസ്സൊക്കെ അങ്ങോട്ട് കയറി അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഒരു വശമാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ അപ്പുറവശത്തേക്ക് ക്രോസ് ചെയ്ത് കടക്കണം. അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലെ കൂടെ നടക്കുവാൻ. കാരണം അപ്പ ബസ്സുകളും വണ്ടികളും ഒക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ ഓടിച്ച് കയറി ഇറങ്ങിപ്പോകുന്ന ഒരു സ്റ്റാൻഡും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം, അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് വേണം മുറിച്ച് കടക്കുവാനായിട്ട്. പതിവ് പോലെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്തിരിക്കുന്നു. പല പല ആവശ്യങ്ങൾക്ക് പോകാനായിട്ട് ആളുകളൊക്കെ തിങ്ങി വന്നിരിക്കുന്നു. കുട്ടികൾ പലഹാര സാധനങ്ങൾ കണ്ട് അത് വേണം ഇത് വേണമെന്ന് അമ്മമാരോട് ആവശ്യപ്പെടുന്നു. കാരണം ഇതൊക്കെ കണ്ടാൽ നമുക്ക് കൊതിയാകും. ഇത് വാങ്ങിച്ച് തിന്നാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള രീതിയാണ് ഇത് ഈ ഒരു തിരൂർ ഭാഗത്തുള്ള മധുരപലഹാരങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ ഒരു ബേക്കറിയിലൊക്കെ കയറുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പപ്സ്, നമ്മളിവിടെ കാണുന്ന പപ്സ്, സമൂസ, സവാള വട, പരിപ്പ് വട, ഇതൊന്നുമല്ല, വേറെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേര് തന്നെ ഒരു വെറൈറ്റി പേരുകളാണ്. അപ്പോൾ ആ സാധനം എന്താ, ഈ സാധനം എന്താ എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അതിനൊരു പേരിട്ട് അവർ പറയും ഇതാണ്. അങ്ങനത്തെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബസ് സ്റ്റാൻഡും കൂടിയാണ്. ആളുകളൊക്കെ വളരെ സൗമ്യമായിട്ടുള്ള, വളരെ ശാന്തരായിട്ടുള്ള ആളുകളാണ് ഇവിടെ പൊതുവെ കാണുന്നത്. കാരണം ഇതൊക്കെ എല്ലാം സാധാരണക്കാരാണ്. ഒരു മിഡിൽ ക്ലാസ്സിനും അതിനും താഴെയുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വളരെ പാവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു തിരൂർ ബസ് സ്റ്റാൻഡിലേക്കൂടെ നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചകളുടെ ആ ഒരു നീണ്ട നിരയാണ് ഈ കാണുന്നത്. ബസ്സുകൾ ഓരോന്നും യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നു. ആളുകൾ യാത്രയ്ക്ക് പോകാൻ റെഡിയാകുന്നു. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഉപ്പുമാവും, ഒരു പിടി ഉപ്പുമാവും ഒരു ചായയും, 15 രൂപയുള്ള ഉപ്പുമാവ്, നല്ല ടേസ്റ്റാണ്. ഇത് ബസ് സ്റ്റാൻഡിലൂടെ മറ്റ് കടകളൊക്കെ കൂടെയാണ്. അപ്പോൾ വന്ന വഴിയെ തന്നെ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വന്ന് കയറിയത്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴി ഇതൊക്കെ ഒന്ന് കാണിക്കാം. കാരണം നമുക്കിടെ സാഹചര്യം എന്താണ്, അതിനനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ജോലിക്കാരൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവരൊക്കെ നല്ലൊരു പ്രായത്തിന് ശേഷമാണ് ഇവിടെ വന്ന്, പ്രായം കഴിഞ്ഞ ആളുകളാണ്, വൃദ്ധജനങ്ങളാണ് കൂടുതലും. ഒരു 50, 40, 50, 45, 50 വയസ്സിന് അടുത്തുള്ള മുകളിലുള്ള ആളുകളൊക്കെയാണ് കൂടുതലും കച്ചവടത്തിനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പ്രായത്തിലുള്ള ആളുകൾ, അതായത് ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് അടുത്തായിട്ട് വരാനാണെങ്കിൽ 50-55 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കുത്തിയിരിക്കുക, ഏതെങ്കിലും അമ്പലത്തിൻ്റെ നടയിൽ, അമ്പലത്തിൻ്റെ അടുത്തായിട്ട് മറ്റേ ആൽത്തറയിലൊക്കെ പോയി ഇരുന്ന് കുശലം പറയുക, പള്ളിയുടെ വട്ടക്കല്ലിൽ ഇരുന്ന് കുശലം പറയുക, ഇങ്ങനെയൊക്കെയാണ് ഈ 55 വയസ്സുള്ള കഴിഞ്ഞ ആളുകളൊക്കെ സമയം കളയുന്നത്. TV കാണുക. പക്ഷെ അതേസമയം നല്ല പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നത് കാണുമ്പോൾ ഇവരെയൊക്കെ അഭിനന്ദിക്കാതെ വേറെ വഴിയില്ല.
അങ്ങനെ അടുത്തൊരു സെക്ഷനിലേക്ക് മുണ്ട് ലുങ്കി മേടിക്കുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ലുങ്കിക്ക് വിലയൊക്കെ 100 രൂപയേ ഉള്ളൂ. ഈ ചേട്ടനൊന്ന് മുമ്പിൽ നിന്ന് മാറിയെന്നെങ്കിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇന്നോവേഴ്സ് ലുങ്കികൾ ഇതൊക്കെ 100 രൂപയേ ഉള്ളൂ, 100 രൂപ. അപ്പോൾ ഏതെടുത്താലും 100 രൂപ അങ്ങനെയൊന്നുമില്ല, ഓരോ വില വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ബ്രോഡ്വേയിലും അല്ലെങ്കിൽ മേനകയുടെയൊക്കെ മുമ്പിലൊക്കെ ഇരിക്കുന്ന ഒരു കടകളൊക്കെ ഉണ്ടല്ലോ, അത് സമാനമായിട്ടുള്ള കടകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഈ ഷർട്ട്സിൽ ഏതെടുത്താലും 100, പിന്നെ 200 രൂപയുടെ ഷർട്ട്സൊക്കെ വേറെയുമുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഓരോന്നെടുക്കും. പിന്നെ 50 രൂപയുടെ ചെറിയ കുട്ടികൾക്ക് 30 രൂപ 50 രൂപ വരുന്ന കുട്ടികളുടെ ഡ്രസ്സ് ചെറപറ ആൾക്കാരെടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതൊക്കെ ഈ വഴി നമ്മൾ വന്നതാണ്, നല്ല നോടിയൊന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ്. ഈ ചേട്ടൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു 2 ലുങ്കി എടുക്കാമെന്ന് തീരുമാനത്തിലായി. അങ്ങനെ ഇരിക്കുന്നു 3-4 ലുങ്കികൾ. ആ ചേട്ടൻ്റെ പ്രായം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നല്ല പ്രായമുള്ള ആളുകളാണ് ഈ ഇങ്ങനെ ഉള്ളിൽ കടകളും തട്ടുകളൊക്കെ ഇട്ടൊക്കെ ഇരിക്കുന്നത്. ചെറുപ്പക്കാർ മൊബൈലിൽ നോക്കി കുത്തിയിരുന്ന് സമയം കളയുമ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നത് കാണുമ്പോൾ ഒരു